ഫോട്ടോഷോപ്പിലെ നമ്മൾ പുതുതായിട്ട് തുറക്കുന്ന ഫയലുകളെ അൺടൈറ്റിൽഡ് എന്ന പേരിലായിരിക്കും ഫോട്ടോഷോപ്പ് നമുക്ക് തുറന്നു തരുന്നുണ്ടാവും. ഫയൽ ഓപ്പൺ ചെയ്ത് ന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേര് കൊടുക്കാത്ത അവസരത്തിലാണ് ഈ അൺടൈറ്റിൽഡ് എന്ന് വരുന്നത്. ഓരോ തവണ തുറക്കുമ്പോഴും അൺടൈറ്റിൽഡ് 1, അൺടൈറ്റിൽഡ് 2 എന്ന് ആണ് നമുക്ക് ഫയലുകളെ ഫോട്ടോഷോപ്പ് തരുന്നത്. അപ്പൊ ഞാൻ അൺടൈറ്റിൽഡ് 1, അൺടൈറ്റിൽഡ് 2 എന്നുള്ള രണ്ടെണ്ണം തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫയലിൽ നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല. അത് ആ അവസരത്തിൽ നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സേവ് എന്ന കമാൻഡ് ഇവിടെ ഡെഡ് ആയിട്ടാണ് കാണുന്നത്. സേവ് ചെയ്യേണ്ടതില്ല എന്നർത്ഥം, ഒരു വർക്കും ചെയ്തിട്ടില്ല. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള വർക്ക്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ബ്രഷ് സ്ട്രോക്ക്, സിംപിളി ഒരു ബ്രഷ് സ്ട്രോക്ക് ഇട്ടു. ഇതിനുശേഷം ഫയൽ മെനുവിൽ നിന്നും സേവ് നമുക്ക് കമാൻഡ് കൊടുക്കാം. കീബോർഡിലാണെങ്കിൽ Ctrl+S പ്രസ് ചെയ്തുകൊണ്ട് സേവ് കമാൻഡ് കൊടുക്കാം. അപ്പോ ഈ ഫയല് ന്യൂ എന്ന ഈ ഫയൽ തുറന്നിട്ട് ആദ്യ തവണയാണ് നമ്മളിത് സേവ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് സേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫയല്, പുതുതായ ഫയല് ആദ്യമായി സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് ലഭിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ടത്. ഒന്ന്, ഫയലിന്റെ പേരും, രണ്ട്, ഫയലിന്റെ ലൊക്കേഷനും. ഫയലിന്റെ പേരാണ് ഫയൽ നെയിം എന്ന ഈ ഭാഗത്ത് കൊടുക്കുക. ഇവിടെ അൺടൈറ്റിൽഡ് 1 എന്ന് വരാൻ കാരണം നമ്മൾ പുതുതായി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് കൊടുത്തിരുന്നത്. മറ്റേതെങ്കിലും പേരാണ് കൊടുത്തിരുന്നെങ്കിൽ ആ പേരായിരിക്കും ഇവിടെ വരുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ഇവിടെയാണ് സേവ് ഇൻ എന്ന ഭാഗത്തായിട്ട് ഫോൾഡർ സെലക്ട് ചെയ്യുക. ആ ഫോൾഡർ സെലക്ട് ചെയ്യുന്നതിനും മറ്റും കാര്യങ്ങളെല്ലാം വിൻഡോസിന്റെ ബേസിക് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് പേര്, രണ്ട് ലൊക്കേഷൻ. അത് ശ്രദ്ധിച്ചതിന് ശേഷം സേവ് കമാൻഡ് കൊടുക്കുക. അപ്പൊ ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന ഒരു ഫോൾഡറിനകത്തേക്കാണ് സേവ് ചെയ്യാൻ പോകുന്നത്. സേവ് ഇൻ. ഇനി സേവ് കമാൻഡ് കൊടുക്കുക. ഇപ്പോ ആ ഫയല് സേവ് ചെയ്തു. പക്ഷെ സേവ് ചെയ്തത് അൺടൈറ്റിൽഡ് 1 എന്ന പേരിൽ തന്നെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. പേര് മാറ്റി കൊടുത്തിട്ടില്ല എന്നർത്ഥം. ഇനി ഇവിടെ മറ്റൊന്ന് എന്താ പറയാ, അൺടൈറ്റിൽഡ് 2 എന്നുള്ളതിന് ഇതുപോലെ തന്നെ ഒരു സ്ട്രോക്ക് കൊടുത്തതിന് ശേഷം കീബോർഡിൽ Ctrl+S പ്രസ് ചെയ്തു സേവ് വെച്ച് കൊടുത്തു. ഇതിനുശേഷം നമ്മൾ ഒരു പേര് മാറ്റി കൊടുക്കുക. സാമ്പിൾ എന്ന പേര് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് പേര് നമുക്ക് ഏത് സമയത്തും പിന്നീട് മാറ്റാവുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഏത് സമയത്തും റീനെയിം ചെയ്യാവുന്നതാണ്. അതിനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. എന്റർ ചെയ്തു. അപ്പൊ ഇത് സാമ്പിൾ എന്നുള്ള ഫയലും ഇത് അൺടൈറ്റിൽഡ്. അപ്പൊ ഒരു ഫയൽ പുതിയതായിട്ട് തുറന്നു കഴിഞ്ഞാൽ അതിനെ സേവ് ചെയ്യേണ്ട വിധമാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു സംഗതി, ഈ സാമ്പിൾ എന്നുള്ള ഫയലായാലും സേവ് എന്നുള്ള ഫയലായാലും ഒരിക്കൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തുടർന്ന് നമുക്ക് അതിൽ ആവശ്യമായ വർക്കുകൾ എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോ പുതിയ വർക്കുകൾ ചെയ്തു. ഇനി നമ്മൾ ഇത് സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലുള്ള ഡയലോഗ് ബോക്സ് വരുന്നതല്ല. അതായത് ഒരു ഫയല് ആദ്യമായിട്ട് സേവ് ചെയ്യുമ്പോൾ മാത്രമേ ഡയലോഗ് ബോക്സ് വരുന്നുള്ളൂ. അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫയലിന്റെ പേര്, രണ്ട്, ഫയലിന്റെ ലൊക്കേഷൻ. എവിടെയാണ്, ഏത് ഫോൾഡറിനകത്താണ് അത് സേവ് ചെയ്യുന്നത് എന്നതാണ് ഫയലിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് വരുന്ന സേവുകൾ എല്ലാം നമുക്ക് അതേ പേരിൽ തന്നെയാണ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നതല്ല.